അധ്യാത്മരാമായണം ബാലകാന്ഡം 1-ാം ഭാഗം. ഇഷ്ടദേവതാവന്ദനത്തോടുകൂടിയാണ് ബാലകാന്ഡം ആരംഭിക്കുന്നത്. രാമായണ മാഹാത്മ്യമാണ് അടുത്തത്. ശ്രീ രാമായണം വിരചിതമാണെന്നും 100 കോടി ഗ്രന്ഥങ്ങളുള്ളതിൽ 24,000 ശ്ലോകങ്ങൾ മാത്രമാണ് സരസ്വതി ദേവി വാൽമീകി രാമായണമായി ചൊല്ലിക്കൊടുക്കുന്നത്. ഉമാമഹേശ്വര സംവാദത്തിൽ ശ്രീരാമദേവതത്വവും ഉപദേശവും, ശ്രീരാമ കഥയും ഹനുമാൻ മഹാത്മ്യവും വിവരിക്കുന്നു. പിന്നീട് ഹനുമാന് സീതാദേവിയുടെ തത്വോപദേശമാണ്. ഹനുമാൻ സ്വാമിക്ക് പഞ്ചലോചന തത്വം ഉപദേശിച്ചു കൊടുക്കുന്നു. ഹനുമാന് ശ്രീരാമൻ്റെ തത്വോപദേശം പരമാത്മാവും ജീവാത്മാവും ഒന്നു തന്നെയാണെന്നും അദ്വൈതം, തത്വമസി എന്നീ തത്വങ്ങളുടെ വിശദീകരണവും മുക്തിദായകമാണ് രാമായണ പാരായണം. പുത്രസന്തതി, ധനസമൃദ്ധി, ദീർഘായുസ്, മിത്രസമ്പത്തി, കീർത്തി, രോഗശാന്തി ഇവ ഉണ്ടാകും. ഭക്തിയും വർദ്ധിച്ചിടും, മുക്തിയും സിദ്ധിച്ചിടും. സാക്ഷാൽ പരമശിവൻ ചെയ്യുന്ന ശ്രീരാമ കഥാകഥനമാണ് അടുത്തത്. ബ്രഹ്മാവ്, ശിവൻ തുടങ്ങി മറ്റു ദേവകളെല്ലാം കൂടി മഹാവിഷ്ണുവിനെ കണ്ട് രാവണൻ്റെ ഉപദ്രവത്തെക്കുറിച്ച് അറിയിക്കുന്നു. കൗസല്യപുത്രനായി ജനിക്കുമെന്നും ലക്ഷ്മീദേവി, യോഗമായാദേവിയും സഹോദരന്മാരായി അനന്തൻ തുടങ്ങിയവരും വാനരന്മാരായി ദേവന്മാരും ജനിക്കുമെന്ന് അറിയിക്കുന്നു. ദശരഥ മഹാരാജാവിൻ്റെ പുത്രലാഭ ആലോചനയാണ്. വസിഷ്ഠൻ്റെ ഉപദേശപ്രകാരം ഋഷ്യശൃംഖനെ വരുത്തുകയും അശ്വമേധവും പുത്രകാമേഷ്ടിയും നടത്തുകയും ചെയ്യുന്നു. ഹോമാഗ്നിയിൽ നിന്നുണ്ടായ പായസം പകുതി കൗസല്യയ്ക്കും മറ്റേ പകുതി കൈകേയിക്കും നൽകുന്നു. അവരുടെ ഓരോ പങ്ക് സുമിത്രയ്ക്കും നൽകി. അടുത്തത് ശ്രീരാമ അവതാരമാണ്. 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന കാലത്ത് അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായി പിറന്നു. പുണർന്ന നക്ഷത്രത്തിൽ നവമി തിഥിയിൽ കർക്കടകം ലഗ്നത്തിൽ നക്ഷത്രാധിപൻ വ്യാഴം ആയിക്കൊണ്ട് സാക്ഷാൽ ഭഗവാന്റെ അവതാരം. അടുത്ത ദിവസം പൂയം നക്ഷത്രത്തിൽ കൈകേയിയുടെ പുത്രനായി ഭരതനും സുമിത്രയുടെ പുത്രന്മാരായി ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരും ജനിക്കുന്നു. ശംഖ, ചക്രം, ഗദാപത്മത്തോടുകൂടി ശ്രീരാമദാവതാരം കൗസല്യയ്ക്ക് ദർശനം നൽകുകയും അവതാരോദ്ദേശം വിവരിക്കുകയും ചെയ്യുന്നു. കൗസല്യയുടെ അഭ്യർത്ഥന പ്രകാരം ബാലഭാവത്തിലേക്ക് തിരിച്ചെത്തുന്നു. കൗസല്യാസ്തുതി. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര, നമസ്തേ വാസുദേവ മധുസൂദന, ഹരേ രാമ 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 പാഹി മാം.
രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി